ഇന്ത്യയുടെ അഭിമാന ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 ജൂലൈ 14 വിക്ഷേപിച്ച് ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ശാസ്ത്രലോകത്തിന് ഇന്ത്യയുടെ കരുത്ത് കാണിച്ച നിമിഷം. പിന്നീട് 12 ദിവസങ്ങളോളം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിരവധി പരീക്ഷണങ്ങൾ, പഠനങ്ങൾ എല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് ഏൽപ്പിച്ച ദൗത്യമെല്ലാം പൂർണ്ണതയിലെത്തിച്ച് ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും ചന്ദ്രനിലെ സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 4 സ്ലീപ്പ് മോഡിലേക്ക് കടന്നിരുന്നു. ഒരു ചാന്ദ്രദിനമായ ഭൂമിയിലെ 14 ദിവസങ്ങൾ കഴിഞ്ഞ് ചന്ദ്രനിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രയാൻ 3 ഉണരുമെന്ന പ്രതീക്ഷയിൽ. ചന്ദ്രനിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞുള്ള കൊടും തണുപ്പിനെ തരണം ചെയ്യാനുള്ള സാങ്കേതിക തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം സൂര്യപ്രകാശമുള്ള സമയം മാത്രമായിരുന്നു ചന്ദ്രയാൻ 3 ISRO നൽകിയിരുന്ന ആയുസ്. എന്നിരുന്നാലും പൂർണ്ണ ചാർജിൽ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റി ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22 ചന്ദ്രനിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രയാൻ 3 വീണ്ടും ഉണർന്ന് ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് പുതിയ ചരിത്രം രചിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. എന്നാൽ ചന്ദ്രനിൽ സൂര്യൻ ഉദിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിഗ്നൽ ലഭ്യമാകുന്നില്ല. അതിനാൽ തന്നെ ലാൻഡറും റോവറും സ്ലീപ്പ് മോഡിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ രാവും പകലും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു, ഏതു നിമിഷവും സിഗ്നൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ ഇപ്പോഴിതാ ചന്ദ്രനിൽ അടുത്ത സൂര്യാസ്തമയം ാകുന്നു. പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. ചന്ദ്രയാൻ 3 ഇനി ഒരിക്കലും ഉണരില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിൽ. എന്തായാലും ISRO ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. അടുത്തൊരു സൂര്യോദയത്തിൽ വീണ്ടും ശ്രമിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി ചന്ദ്രനിൽ തന്നെ നിലകൊള്ളുമെന്ന് പറയാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.